നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലറ്റാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പാൻ ചൂടാക്കി ഈ ബോൺലെസ് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേറെ മറ്റ് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ചിക്കനകത്തു നിന്നൊക്കെ വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പം ബാക്കിയുള്ള വെള്ളവും കൂടെ ഇറങ്ങി വന്ന് നന്നായിട്ട് കുക്കാവും. നമ്മളിത് സിമ്മറിങ്ങിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ എന്തായെന്ന് നമുക്ക് നോക്കാം. വേണ്ട, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ചിക്കൻ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളമെല്ലാം നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. മൊത്തം 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വേണ്ട, ഇതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്തുടയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇറക്കാം. തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കട്ട്ലറ്റിനകത്ത് ചേർക്കാനുള്ള കുറച്ച് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയായി അരിഞ്ഞ സവാള, ഇതെല്ലാം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം പൊടിയായി അരിഞ്ഞ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം പൊടിയായി അരിഞ്ഞ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ സവാള ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കട്ട്ലേറ്റിനൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ച് എടുക്കാം. ഒരുപാട് അരഞ്ഞു പോരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ഈ പരുവത്തിലാണ് നമുക്ക് ഒന്ന് ചതച്ച് എടുക്കേണ്ടത്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ചിക്കനെല്ലാം ചതച്ച് നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്ത് ആ പാനിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ ഒരു 6 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉപ്പ് ചേർത്തൊന്ന് പുഴുങ്ങിയെടുത്ത്, വീഡിയോയുടെ ലെങ്ത് കൂടുതലെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കാൻ. ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഈ പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി.
ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റിയെടുത്തിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനും വഴറ്റിയ സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി വരട്ടെ. ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് പിടിച്ചെടുക്കണം. ഇത് ചെറിയ ബോൾസായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതായത് ഇത്രയും വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ബാക്കി എല്ലാ ഉരുളകളും നമുക്ക് ഒന്നൊന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിതെല്ലാം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കണം. നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. അടുത്ത അതുപോലെ പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതെല്ലാം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമ്മളിതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഓരോന്ന് ഈ മൈദയിലേക്കിട്ട് മൈദയിലേക്കിട്ടൊന്ന് കോട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്യാം. നമ്മളിതെല്ലാം മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ കട്ട്ലറ്റിനകത്ത് കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 മുട്ട നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ റൊട്ടിപ്പൊടി നമ്മുടെ ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ റസ്ക് വാങ്ങിച്ച് ഇതുപോലെ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ ഇതുപോലെ കിട്ടും. നമുക്കിത് ആദ്യമേ ഇതെടുത്ത് ഈ എഗ്ഗിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിടണം. അത് കോട്ട് ചെയ്തതിന് ശേഷം നമ്മളിതെടുത്ത് ഈ ബ്രെഡിനകത്തേക്ക് ഇട്ട് ഇത് വെച്ച് കോട്ട് ചെയ്യണം. നന്നായിട്ട് കോട്ട് ചെയ്ത് അതുപോലെ കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റ് ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതെല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു വശം ഒന്നായി കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്ക് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ഏകദേശം ആയി വരുന്നുണ്ട്. ശകലം കൂടെ ഒന്ന് മൂത്താൽ നമുക്ക് ഇതെടുക്കാം. നമ്മൾ ആദ്യം ഇടുമ്പം നല്ല ഹൈ ഫ്ലെയിമിലും ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലും ആക്കി പതുക്കെ വറുത്തെടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു വശമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ അതെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി സ്റ്റെയിനറിലേക്ക് ഇടാം. നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നമ്മൾ സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് 500 ഗ്രാം ചിക്കൻ കൊണ്ട് നമുക്ക് 30 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ പറയുക.
നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ കട്ട്ലറ്റ് ഉണ്ട്. ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ ഇതുണ്ടോ ഈ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ്, ഒനിയൻ സാലഡ് ഇതിനോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ എഴുതി അറിയിക്കുക. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.